വെളിച്ചത്തിൽ നിഴലുണ്ട്. ഓരോരുത്തരുടെ ചിരിയിലും പുറകിൽ ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്നു. സ്വപ്നങ്ങളുടെ വില ഇവിടെ രക്തം കൊണ്ട് ചെലുത്തപ്പെടുകയാണ്. ഓരോ കൈത്തട്ടലുകളും കൊണ്ട് ഓരോ ആത്മാക്കൾ ഉണർന്നെണീക്കുന്നു. ഇന്ന് നൃത്തം കളിക്കുന്നവൾ തനിച്ചല്ല കളിക്കുന്നത്. മരണവും ഈ സ്റ്റേജിൽ അവളോടൊപ്പം എത്തുന്നതാണ്. താര കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയാണ്. പിന്നെ പതുക്കെ പതുക്കെ തന്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നു. അവൾ മുഖം വെള്ളം കൊണ്ട് കഴുകി ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് വീണ്ടും കണ്ണാടിയിൽ അവൾ അവളുടെ മുഖം ശ്രദ്ധിച്ചു നോക്കി. കുറച്ച് നിമിഷങ്ങൾ അവളുടെ മുഖം അവൾ നോക്കുകയായിരുന്നു. അതായത് അവളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ. എന്നെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കും. ഈ റോൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടതാണ്. താര മറ്റു ചില പെണ്ണുങ്ങളോടൊപ്പം ചേർന്ന് പാരമ്പര്യമായ രാംതായ് നൃത്തം പരിശീലിക്കുകയായിരുന്നു. ഇത് അടുത്ത മാസം നടക്കാൻ പോകുന്ന ഒരു പരിപാടിക്കുള്ള റിഹേഴ്സലായിരുന്നു. താരയ്ക്കും മറ്റുള്ള പെണ്ണുങ്ങൾക്കും വളരെ നന്നായി നൃത്തം കളിക്കാൻ സാധിച്ചില്ല. ഡയറക്ടർ താപ്പ അവരെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് എല്ലാരെയും തടഞ്ഞു നിർത്തി എന്തോ പറയാനായി മുന്നിലോട്ട് വന്നു. ഓക്കെ ഗേൾസ്, സ്റ്റോപ്പ്. ഇന്നത്തെ പ്രാക്ടീസിനെ നമ്മൾ ഇതോടെ തന്നെ നിർത്തിയേക്കാം. എല്ലാരും ഉടനെ നിർത്തി. പിന്നെ സ്റ്റേജിൽ നേരെ നിൽക്കുകയായിരുന്നു. നമ്മൾ അടുത്ത ആഴ്ച ഈ പ്ലേയിൻ്റെ ലീഡ് ആക്ട്രസിനെ ഫൈനൽ ചെയ്യുന്നു. അവർക്കാണോ സീത റോൾ കിട്ടുന്നത്? ആരൊക്കെ അതിന് ഓഡിഷൻ തരാൻ പോകുന്നുണ്ടോ? റിച്ചർഡിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യൂ. താര മറ്റുള്ള പെണ്ണുങ്ങളോടൊപ്പം കുറച്ചു സമയം റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ എല്ലാരും ചേർന്ന് ചേഞ്ചിങ് റൂമിലേക്ക് ചെന്നു. താര മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ആ റൂമിലേക്ക് വന്നു. എന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തു. ഡ്രസ്സ് മാറ്റിയതിനു ശേഷം അവൾ ചെന്നൊരു ബെഞ്ചിലിരുന്നു. പിന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മുറിവ് നോക്കുകയായിരുന്നു. അവൾ ഒരു ചെറിയ കുഴപ്പത്തിലായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മനസ്സിലാക്കാനായി ശ്രമിച്ചു ഇതെങ്ങനെ സംഭവിച്ചെന്ന്. അപ്പോൾ മറ്റുള്ള പെണ്ണുങ്ങൾ അവിടെ സംസാരിക്കുന്നത് അവളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. അവളുടെ ബാച്ച് പെണ്ണുങ്ങളൊക്കെ എന്തോ കളിയാക്കുകയായിരുന്നു. പിന്നെ പോലിമ ആ തർക്കത്തിന്റെ നടുക്ക് നിൽക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അപ്ലിക്കേഷൻ ഇടേണ്ട ആവശ്യം ഉണ്ടാകില്ല എന്ന്. ആ, ഈ റോൾ തീർച്ചയായും പോലിമയ്ക്ക് കിട്ടുള്ളൂ. അതെ, വേറെ ആർക്കാ? അല്ല, നിങ്ങളായി ഓരോന്ന് വെറുതെ പറയല്ലേ. ഞാൻ അത്ര മികച്ചവളൊന്നുമല്ല. അങ്ങനെ ഇല്ലെങ്കിലും നീ ആയേക്കും. കാരണം താപ്പാ സാറിന് നിന്നോട്. എല്ലാരും ചിരിക്കുകയായിരുന്നു. അവരിൽ വളരെ ഭംഗിയായി പോലിമയും ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർ പറഞ്ഞതിന് ചെറുതായി തലയും അനക്കി. താര അവളുടെ റൂമിലെ ടേബിളിനടുത്തിരിക്കുകയായിരുന്നു. ചേഞ്ചിങ് റൂമിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് വിചാരിച്ച് അവൾ കരയുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിൽ അവളുടെ അച്ഛൻ മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിൽ എന്തെഴുതിയിരുന്നെന്നാൽ, ഇത് അവസാനത്തെ മാസം. ഈ മാസം നീ ഒരുപക്ഷെ സെലക്ട് ആയില്ലെങ്കിൽ അടുത്ത മാസം കല്യാണത്തിന് നീ റെഡി ആയിക്കോ. താര വീണ്ടും ആകെ വിഷമത്തിലായി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഡോർ ബെൽ അടിക്കാൻ തുടങ്ങിയത്. അവൾ ഉടൻ തന്നെ തന്റെ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് കതക് തുറക്കാനായി ചെന്നു. കതക് തുറന്നു നോക്കിയപ്പോൾ അവിടെ പുറത്ത് ആരുമില്ലായിരുന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. പിന്നെ കതകിനടുത്തുണ്ടായിരുന്ന ചവിട്ടുമെത്തയും നോക്കി. പിന്നെ അതിലും ആരും വന്നതിനുള്ള ഒരു അടയാളവും ഇല്ലായിരുന്നു. താര വീടിന്റെ കതക് മൂടിയിട്ട് അവൾ അകത്തേക്ക് പോകാനായി ഒരുങ്ങുകയായിരുന്നു. അവൾ കതക് പൂട്ടിയിട്ട് അവൾ റൂമിനകത്തേക്ക് തിരിഞ്ഞപ്പോൾ തണുത്തുറഞ്ഞ കാറ്റ് അവളുടെ ദേഹത്ത് വന്നു കൊണ്ടു. അവൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവളുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൾ പെട്ടെന്ന് പേടിച്ച് റൂമിന്റെ 4 ദിശയിലേക്കും തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. റൂമിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവൾ അവളുടെ റൂം ശ്രദ്ധിച്ചു നോക്കി. ടേബിളിന് പുറത്തുണ്ടായിരുന്ന മൊബൈലിൽ അവൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. മൊബൈൽ വെള്ളം കൊണ്ട് നനഞ്ഞു കിടക്കുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന ജഗ്ഗിലെ വെള്ളം മറിഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ ആ മൊബൈൽ ഓണാക്കാനായി ശ്രമിച്ചു. പക്ഷെ ആ മൊബൈൽ വർക്കായില്ല. താര കുഴപ്പത്തോടെ തല അനക്കി. പുറത്തെ ഇരുട്ട് മൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ വലിയ മേഘങ്ങളുടെ പുറകിലായി ചന്ദ്രൻ പതുക്കെ പതുക്കെ മറഞ്ഞുപോയി. അടുത്ത ദിവസം ഉച്ച സമയത്ത് താര പ്ലാറ്റ്ഫോമിൽ തന്റെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോം ഏകദേശം കാലിയായിരുന്നു. പിന്നെ 4 വശത്തും
ശാന്തത നിറഞ്ഞിരിക്കുകയായിരുന്നു. താര അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നോക്കി. അപ്പോഴാണ് അവിടെ കുറച്ചു ദൂരെ ഒരു ലേഡി നിൽക്കുന്നത് അവൾ കണ്ടത്. ആ പെണ്ണിന്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുകയായിരുന്നു. അവൾ വെളുത്ത വസ്ത്രം അണിഞ്ഞിരുന്നു. പിന്നെ അവളുടെ ഘനമുള്ള മുടി അവളുടെ മുഖത്ത് വീണ് കിടക്കുകയായിരുന്നു. ആ ലേഡി അവിടെ നിന്നുകൊണ്ട് തന്നെ നോക്കുന്നത് അവൾ കണ്ടതും തന്നെ താരയ്ക്ക് എന്തോ പെട്ടെന്ന് പേടി തോന്നി. അപ്പോഴാണ് മെട്രോ വന്നത്. ഉടനെ താര അതിലേക്ക് പെട്ടെന്ന് കയറി. ട്രെയിൻ പോകാൻ തുടങ്ങിയതും തന്നെ താര ജനാലയിൽ കൂടി പുറത്തു നോക്കി. ആ ലേഡി ഇപ്പോഴും പ്ലാറ്റ്ഫോമിൽ തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഒട്ടും അനങ്ങാതെ താരയെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. താര കയ്യിൽ അപ്ലിക്കേഷൻ ഫോം എടുത്തുകൊണ്ട് തിയേറ്റർ ഓഫീസിലേക്ക് ചെന്നു. അവൾ ആ കതക് തുറന്നതും തന്നെ മുൻപിൽ പോളിമ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ അവളുടെ ഫോം മുൻപേ തന്നെ കൊടുത്തിരുന്നു. പോളിമ താരയെ നോക്കി. ചെറിയ വെറുപ്പോടുകൂടി അവൾ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് റൂമിൽ നിന്നും പുറത്തുപോയി. അതായത് അവൾക്ക് ആത്മവിശ്വാസമുള്ളതുപോലെ, താര അവൾക്ക് ഈക്വൽ അല്ലാത്തതുപോലെ, ഇതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ താര മുന്നിലോട്ട് നടന്നു ചെന്നു. അവൾ ക്ലർക്കിന്റെ ടേബിളിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് തന്റെ ഫോം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി. സർ, ഇതാ പിടിക്കൂ. ഇതെന്റെ ആപ്ലിക്കേഷനാണ് സീതയുടെ റോളിന്. നീ ശരിക്കും ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു? എന്താ സാർ ചോദിക്കുന്നേ? ചേടാ, നിനക്ക് നന്നായിട്ട് അറിയുമല്ലേ, ആ സാറ് പാളിമയെ മാത്രമാണ് സെലക്ട് ചെയ്യും. എന്നാൽ പോലും ഈ ഓഡിഷൻ ഫോമിനെ സബ്മിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. തെറ്റായിട്ട് വിചാരിക്കല്ലേ താര. ലൈഫിൽ ചില കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് കേട്ടതും താരയുടെ മുഖം മാറിപ്പോയി. അവളുടെ കണ്ണിലുണ്ടായിരുന്ന കരിമിഴികൾ വ്യത്യാസമായി മാറി. പിന്നെ അവളുടെ ശബ്ദം വളരെ ഘനമുള്ള ശബ്ദമായി. ആപ്ലിക്കേഷൻ നീ വാങ്ങിക്കേ. ഇത് കേട്ടിട്ട് ക്ലർക്ക് പേടിച്ചുപോയി. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വിയർത്തൊലിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് താര വീണ്ടും നോർമലായി. ഞാൻ ആപ്ലിക്കേഷൻ വാങ്ങുന്നു. അയ്യോ സാർ, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ നന്നായിട്ടുണ്ട്. ശരി, താ നിന്റെ ആപ്ലിക്കേഷൻ താ. താര തന്റെ ഫോം കൊടുത്തു. എന്നിട്ട് അവൾക്ക് മനസ്സിലായി ആ ക്ലർക്ക് വിറയ്ക്കുന്നുണ്ടെന്ന്. സർ, ശരിക്കും നിങ്ങൾക്കൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ നന്നായിട്ടുണ്ട്. നിന്റെ ആപ്ലിക്കേഷൻ പൂർത്തിയായി. ഞാൻ അത് വാങ്ങിയിട്ടുമുണ്ട്. നീ പോവാം. താരയ്ക്ക് അല്പം കുഴപ്പമായി. ക്ലർക്ക് ഇങ്ങനെ പെട്ടെന്ന് മാറിയതിന് കാരണം എന്തായിരിക്കും? സാരമില്ല, അവൾ തന്നെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ചെന്നു. എല്ലാ പെണ്ണുങ്ങളും സ്റ്റേജിൽ നൃത്തം കളിക്കുകയായിരുന്നു. പിന്നെ ഡയറക്ടർ താപ്പ, മറ്റൊരാളായ ജെയിംസ് ചെയറിൽ ഇരിക്കുകയായിരുന്നു. ജെയിംസ് സിഗരറ്റ് കുടിക്കുകയായിരുന്നു. പിന്നെ 2 പെണ്ണുങ്ങളെയും ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. താപ്പ തന്റെ കൈ ഉയർത്തി അവരുടെ നൃത്തം അവസാനിപ്പിക്കാൻ പറഞ്ഞു. മറ്റുള്ള ഗേൾസ് വീട്ടിലേക്ക് പോവാം. പാളിമ പിന്നെ താര, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കേ. ഇന്ന് ബ്രേക്കിന് ശേഷം ഓഡിഷൻ നടക്കാൻ പോകുന്നുണ്ട്. അവരും ശരിയെന്ന് സമ്മതിച്ച് പോകാനായി അവിടെ നിന്നും ഒരുങ്ങി. താരയും പോലിമയും സ്റ്റേജിൽ നിന്നും താഴേക്കിറങ്ങി. താപ്പ ജെയിംസിനെ തിരിഞ്ഞു നോക്കി. എങ്ങനെയുണ്ട്? ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഇപ്പോഴും എനിക്ക് കുറച്ചുപോലും കോൺഫിഡൻസ് ഇല്ല. ആ ഇൻസിഡൻറ്റ് നടന്ന് ഇതുവരെ 7 കൊല്ലങ്ങളായിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളുടെ ആദ്യത്തെ ഷോ നന്നായിട്ടുണ്ടാവണം. ഐ ഗ്യാരണ്ടി പാളിമാവാണ് ഇതിന് ബെസ്റ്റ്. ഞാൻ അവളിനെ നന്നായിട്ട് ഗ്രൂം ചെയ്യും. വൈ ഓൺലി പോളിമ? ആ മറ്റൊരു പെൺകുട്ടിയുമുണ്ടല്ലേ, അവളുടെ പേരെന്താണ്? താര. ആ, അവളാണ്. ഒരു പെർഫോമൻസിൻ്റെ അകത്ത് ഇരിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുപോലും അവളുടെ അടുത്തില്ല. ഇത് നേരാണോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടോ? താപ്പ ജെയിംസിനെ നോക്കിക്കൊണ്ട് ചെറുതായി ഒരു പുഞ്ചിരി ചിരിച്ചു. വേറെ കാര്യമുണ്ട്. ജെയിംസ് എണീറ്റു. എന്നിട്ട് താപ്പയുടെ അടുത്ത് വന്നു നിന്നു. അദ്ദേഹത്തെ പേടിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കി. യു സീ താപ്പ, ഈ പ്ലേയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടണം, അല്ലെങ്കിൽ യു ആർ ഗോൺ. ഓർമ്മയിൽ വെച്ചോളൂ. ഫേവർ ഫോർ എ ഫേവർ ദറ്റ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ കാര്യത്തിനെ എത്ര വേഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. താപ്പയുടെ മുഖം മാറിപ്പോയി. അദ്ദേഹത്തിന് ജെയിംസിന്റെ പ്രഷർ മനസ്സിലായി. അദ്ദേഹം എന്തോ പറയാനായി ശ്രമിച്ചു, പക്ഷേ പറയാനായില്ല. താര തന്നെ കണ്ണാടിയിൽ നോക്കുകയായിരുന്നു, ആത്മവിശ്വാസമില്ലാതെ.
തോൽവി എന്ന ചിന്ത അവളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. പുറകിലുള്ള കതകു തുറന്നു. പിന്നെ മുൻപിലായി പോലിമ നിൽക്കുകയായിരുന്നു. അവൾ താരയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കഴുത്തിൽ പിടിച്ചു. നിനക്ക് ഇതാണ് നല്ലത്, ഞാൻ പറഞ്ഞിരിക്കുന്നു. ആർക്കും അറിയാതെ മര്യാദയ്ക്ക് നിന്റെ പേര് വിഡ്രാ ചെയ്യേ. പിന്നെ തീർച്ചയായും നീ ജയിക്കില്ല. ആവശ്യമില്ലാതെ നിനക്ക് അപമാനം ഉണ്ടാകരുതെന്ന് കരുതി ഞാൻ നിനക്ക് ചാൻസ് തരികയാണ്. മനസ്സിലായോ? താരയ്ക്ക് സംസാരിക്കാനായില്ല. അവളുടെ മുഖം ചുവന്നിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ചുവന്ന കൈ നടുക്ക് വന്നത്. പോളിമയുടെ കൈയിലേക്ക് പിടിച്ചു. പേടിച്ചു പോലിമ ആ ദിശയിലേക്ക് തിരിഞ്ഞു. നോക്കിയപ്പോൾ അത് അതേ വിളറിയ മുഖമുള്ള പെണ്ണ്. അവളെയാണ് താര മെട്രോയിൽ കണ്ടത്. പോലിമ നിലവിളിക്കാൻ തുടങ്ങി. പോലിമ പുറകിലോട്ട് പറന്നുപോയി. പിന്നെ അവളുടെ തല പുറകിലുണ്ടായിരുന്ന ടൈൽസിൽ ചെന്ന് നന്നായി ഇടിച്ചു. അവൾ ചെന്ന് തറയിൽ വീണു. പിന്നെ താര ഇതെല്ലാം പേടിയോടെയും ഞെട്ടലോടും കൂടി നോക്കി നിന്നു. പോലിമ അവിടെ തന്നെ മയങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നെ അവളുടെ ശരീരത്ത് ഒരനക്കവും ഇല്ലായിരുന്നു. അടുത്ത ക്ഷണം താര റോട്ടിൽ വേഗത്തിൽ നടന്നു പോവുകയായിരുന്നു. മഴ നന്നായി പെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ മുറിവ് മറയ്ക്കാൻ വേണ്ടി ഒരു ബാഗ് അവൾ കഴുത്തിലിട്ടിരുന്നു. താപ്പയും ജെയിംസും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. ജെയിംസ് അദ്ദേഹത്തിന്റെ കയ്യിൽ കുട വച്ചിരുന്നു. പിന്നെ താപ്പ കുടയില്ലാതെ നിൽക്കുകയായിരുന്നു. പോലിമയുടെ ഡെഡ് ബോഡി അവിടെ നിന്നും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അവൾ മരിച്ചുപോയി. പിന്നെ അവളുടെ ശരീരം മുഴുവനായി പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞു കെട്ടിയിരിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു വശത്ത് താര റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. അവൾ വല്ലാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ അവളുടെ ബാഗ് ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ താപ്പയുടെ മുഖം വളരെ വിഷമത്തോടും വേദനയോടും കൂടി കാണപ്പെട്ടു. അദ്ദേഹത്തിന് താപ്പ മരിച്ചത് വല്ലാതെ വിഷമമായി മാറിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താര തനിച്ച് സ്റ്റേജിൽ നൃത്തം കളിക്കുകയായിരുന്നു. അവളുടെ ഓരോ അനക്കങ്ങളും പെട്ടെന്ന് വ്യത്യാസമായി മാറാൻ തുടങ്ങിയിരുന്നു. അവളുടെ കയ്യ്, ഇടുപ്പ്, പിന്നെ കാൽ നല്ല ചുറ്റി ചുറ്റി കളിക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ കാൽ സ്റ്റേജിൽ വന്നതും അവളോടൊപ്പം ചേർന്ന് വിളറിയ മുഖമുള്ള ഒരു പെണ്ണിന്റെ കാലും സ്റ്റേജിൽ നിന്ന് താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് നന്നായി മനസ്സിലാകുന്നു. അതേ പ്രേതമാണ് താരയുടെ കൂടെ ഉള്ളതെന്ന്. അതിപ്പോൾ താരയോടൊപ്പം നൃത്തം കളിക്കുകയാണ്. എങ്ങനെയുണ്ടെന്നാൽ താര ഇപ്പോൾ അവളോടൊപ്പം നടക്കുന്നത് പോലെയുണ്ട്. പിന്നെ അവളെ പോലെ തന്നെ നൃത്തം കളിക്കുന്നത് പോലെയുണ്ട്. ഏതോ ഒരു പാവയെ പോലെ. നൃത്തത്തിന്റെ താളം പെട്ടെന്ന് കൂടി വരുന്നു. പെട്ടെന്ന് പാട്ട് നിന്നുപോയി. അവളുടെ കൈ കഥകിലോട്ട് കാണിക്കുന്നത് പോലെ അങ്ങനെ നിന്നു. ശരിക്കും അതേ സമയത്ത് താപ്പ അകത്തേക്ക് വന്നതും അദ്ദേഹത്തിന്റെ കണ്ണിൽ ദേഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം വേഗം താരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അവളുടെ തോള് പിടിച്ചു വെച്ചു. താര പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. എനിക്ക് അറിയും, പോളിമയെ കൊന്നത് നീയാണ്. സ്റ്റോപ്പ് ഇറ്റ്, ഐ ആം ഗെറ്റിംഗ് ഹർട്ട്. യു എസ്കേപ്പ് ദ സീൻ. പക്ഷേ എൻ്റെ കാഴ്ചയിൽ നിന്ന് തപ്പിക്കാൻ പറ്റില്ല. വേഗം പറയൂ, സത്യം എന്താണ്? അല്ലെങ്കിൽ താര പെട്ടെന്ന് തല താഴേക്ക് കുനിഞ്ഞു. പിന്നെ പതുക്കെ പതുക്കെ തല മുകളിലേക്ക് ഉയർത്തി. അവളുടെ കണ്ണിലെ കരിമിഴി മാറാൻ തുടങ്ങി. പിന്നെ അവളുടെ മുഖത്ത് പെട്ടെന്നൊരു ചിരി പിശാചിനെ പോലെ വന്നു. അല്ലെങ്കിൽ എന്താണ് ബേബി, എന്നെ നീ കൊന്നുകളയുന്നു? താപ്പ പേടിച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒന്ന് ഓർമ്മ വന്നു. ചന്ത മരണിച്ചു. താപ്പയ്ക്ക് ഓർമ്മ തിരികെ വന്നു. അദ്ദേഹം താരയെ തള്ളിവിട്ടു. പിന്നെ നില കുഴഞ്ഞ് അദ്ദേഹം പുറകിലോട്ട് ചെന്നു പോയി വീണു. ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. താര വീണ്ടും നോർമലായി മാറി. എന്താണ് നടക്കാത്തത്? ഇല്ല ഇല്ല, എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ അടുത്ത് വരണ്ട. താര അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. വളരെ കുഴപ്പത്തോടെ താപ്പ എണീറ്റ് ആ റൂമിൽ നിന്നും ഓടി. താര ശരിക്കും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്തോ ചിന്തിച്ചുകൊണ്ടേ നിന്നു. താപ്പ അവിടെ നിന്നും ഓടിച്ചെന്ന് തന്റെ കാറിൽ കയറിയിരുന്നു. അദ്ദേഹം തന്റെ കാറ് വേഗത്തിൽ ഓടിച്ചുകൊണ്ട് ചെന്നു. അദ്ദേഹം ഒരു വളവ് തിരിഞ്ഞു.
അദ്ദേഹത്തിന് തന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. കാർ ഡിവൈഡറിൽ ചെന്ന് ഇടിച്ചു. കാർ അവിടെ തന്നെ മറിഞ്ഞു വീണു. മറ്റൊരു വശത്ത് ജെയിംസ് തന്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. സൈഡ് ടേബിളിൽ ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. ഒരു സ്യൂട്ട് ഇട്ട മാനേജർ അദ്ദേഹത്തിന് അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ജെയിംസ് ചെറുതായി തല അനക്കി. എന്നിട്ട് പതുക്കെ മാനേജറിനെ അദ്ദേഹം തിരിഞ്ഞു നോക്കി. Call Mia now. മാനേജർ ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. ഉച്ചയ്ക്ക് താര ഓഫീസിലേക്ക് ചെന്നു. പിന്നെ ലാഞ്ച് ഏരിയയിൽ ജെയിംസും പിന്നെ മിയയും ഒന്നിച്ചിരിക്കുന്നത് അവൾ കണ്ടു. മിയ ജെയിംസിന്റെ ഭാര്യയാണ്. രണ്ടുപേരും താരയെ നോക്കിയിട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. മിയ എണീറ്റ് നിന്നു. താരയ്ക്ക് കൈ കൊടുത്തു. ഹായ് താര, ഐ ആം മിയ. ഹായ് മാം, നൈസ് ടു മീറ്റ് യു. ഹാവ് എ സീറ്റ്. മിയയും താരയും ഒന്നിച്ചു ചെന്ന് ഇരുന്നു. സർ, മാം, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിച്ചത്? താര, നീ പെർഫോം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ എം ഇംപ്രസ്ഡ്. സീതയുടെ റോള് നീയാണ് ചെയ്യേണ്ടത്. താര അല്പം വിഷമത്തോടെ ചെറിയ ചിരിയോടെ അവൾ നോക്കി. ആൻഡ് യു ഡോണ്ട് വറി, ഇത് പോളിമ ഇല്ലാത്തത് കാരണമല്ല. ശരിക്കും നീ അവളിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. നമ്മളുടെ കൈവശം ഒരുപാട് ടൈമില്ല. മറ്റന്നാ ഷോയാണ്. സോ ഐ വാണ്ട് ഈ 2 ദിവസം നീ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഐ ബെറ്റ് ഓൺ യു. താങ്ക് യു സോ മച്ച് മാം. ഞാൻ ശരിക്കും നന്നായി പ്രയത്നിക്കും. ജെയിംസും മിയയും താരയെ നോക്കി ചിരിച്ചു. ഓക്കെ മാം, എന്നാൽ ഞാൻ പോകട്ടെ. എൻ്റെ പ്രാക്ടീസ് ഞാൻ തുടങ്ങിയേക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് താര അവിടെ നിന്നും പോയി. അവൾ പോയതിനു ശേഷം ജെയിംസും മിയയും മാറി മാറി നോക്കുകയായിരുന്നു. അതായത് അവർ എന്തിനെയോ മറയ്ക്കുന്നത് പോലെ. താര തന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചന്ത പുറകിൽ നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ചന്തയുടെ മുഖം ഒരു പിശാചിനെ പോലെയായിരുന്നു. ചെറുതായൊരു ചിരിയും ഉണ്ടായിരുന്നു. താര പേടിച്ചുപോയി. ഇത് ആദ്യമായാണ് നേരിട്ട് അവൾ കാണുന്നത്. ആ ആത്മാവ് അവളെ ഇത്രയും ദിവസം തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മുൻപിൽ ഇതുവരെ വന്നിട്ടേയില്ല. അവൾ ഒരടി പുറകിലേക്ക് എടുത്തു വെച്ചു. ആരാണ് നീ? ചന്ത ഒന്നും മിണ്ടിയില്ല. താരയുടെ അടുത്തേക്ക് ചെന്നു. അത്രയും തന്നെ. താര തല അനക്കി ഇല്ല എന്നതുപോലെ ആംഗ്യം കാണിച്ചു. ആ ക്ഷണം തന്നെ ചന്ത താരയുടെ തല പിടിച്ചു. അവളുടെ നെറ്റിയെ തന്റെ നെറ്റിയോടൊപ്പം ചേർത്ത് വെച്ചു. ഒരു ഭയങ്കരമായ പ്രകാശമുണ്ടായി. താരയെ കടന്ന കാലത്തിലേക്ക് അത് കൂട്ടിക്കൊണ്ടുപോയി. 7 വർഷങ്ങൾക്ക് മുൻപ് ചന്ത അതേ നാടകം കളിക്കുകയായിരുന്നു. പിന്നെ അതിന്റെ അരങ്ങേറ്റ ദിവസം ജെയിംസ് ചന്തയെ കണ്ടിട്ട് അവളോട് അദ്ദേഹത്തിന് മോഹം തോന്നി. അടുത്ത ക്ഷണം തന്നെ ചന്ത അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഐ എം പ്രഗ്നന്റ്. ഇത് പറ്റില്ല. ഐ എം മാരീഡ്. കുട്ടീനെ അബോർഷൻ ചെയ്തേക്ക്. നോ ജെയിംസ്, എനിക്കിത് ചെയ്യാനാകില്ല. എന്റെ അവകാശം നിങ്ങൾ എനിക്ക് തരണം. അല്ലെങ്കിൽ ഞാൻ ഇത് എല്ലാവരോടും തുറന്നു പറയും. നിങ്ങളുടെ ഇല്ലീഗൽ ബിസിനസ്, നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പറയും. അവൾ പറ്റില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ചതും തന്നെ പുറകിലത്തെ അറയിൽ നിന്നും ആരോ അവളെ കമ്പി കൊണ്ട് അടിച്ചു. ഉടനെ അവൾ അവിടെ തന്നെ മയങ്ങി വീണുപോയി. അവൾ തറയിൽ വീണു. അവളുടെ മുഖം, പിന്നെ തല രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇരുട്ടിൽ നിന്ന് അവളെ അടിച്ചവൻ പുറത്തേക്ക് വന്നു. അതേ ക്ലാർക്ക്, താരയെ കളിയാക്കിയ അതേ ക്ലാർക്ക്. മയങ്ങിയ അവസ്ഥയിൽ അവളുടെ ശരീരം പടിക്കെട്ടിൽ കൂടി വലിച്ചുകൊണ്ടുപോയി. അവരവളെ താഴേക്ക് എറിയാനായിരുന്നപ്പോൾ ക്ലർക്കിന് അറിയാൻ തുടങ്ങി അവൾക്ക് ഇപ്പോഴും ജീവനുണ്ടെന്ന്. സാർ, ഈ പെൺകുട്ടി ഇപ്പോഴും ജീവനോടുണ്ട്. ജെയിംസ് ക്ലർക്കിനെ നോക്കി. എന്നിട്ട് ചന്തയെ നോക്കി. രണ്ടുപേരും ആഴ്ന്നു ചിന്തിക്കുകയായിരുന്നു ഈ സാഹചര്യം തങ്ങൾക്ക് ഏറ്റതുപോലെ എങ്ങനെ മാറ്റാമെന്ന്. അപ്പോഴാണ് പെട്ടെന്നൊരു കൈ ചന്തയുടെ തലയിൽ പിടിച്ചത്. ജെയിംസും ക്ലർക്കും അത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ആ കൈ അവളെ പുറകിൽ നിന്നും വലിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റ് വെള്ളത്തിൽ അവളുടെ തല മുക്കി. പിന്നെ അപ്പോഴാണ് മനസ്സിലായത് അത് മിയയാണെന്ന്. ചന്ത പേടിച്ചെണീറ്റു. അവൾ വിറച്ചു. തന്റെ ജീവന് വേണ്ടി അവൾ യാചിച്ചു. പ്ലീസ്, പ്ലീസ് എന്നെ.
സിയ വീണ്ടും ആ ബക്കറ്റ് വെള്ളത്തിൽ അവളുടെ തല മുക്കി പിടിച്ചിരുന്നു. ചന്തയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവസാനം അവൾ അവിടെ തന്നെ മരിച്ചുപോയി. കുറച്ചു സമയത്തിനു ശേഷം അവളുടെ ബോഡി വാതിൽക്കൽ അനാഥയായി കിടക്കുകയായിരുന്നു. പിന്നെ പുറകിൽ നിന്ന് പോലീസിന്റെ സൈറൺ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരുന്നു. താര ഇപ്പോൾ എന്തു കണ്ടോ? അത് കണ്ടു പേടിച്ച് താഴെ ചെന്ന് വീണു. പിന്നെ അവളുടെ ചുണ്ടുകൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഇന്നാണ് ഷോ. താര സ്റ്റേജിൽ തന്റെ നൃത്തം അരങ്ങേറ്റം ചെയ്യാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഓഡിയൻസ് അവളെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ആ സമയത്ത് ജെയിംസും മിയയും ലെഫ്റ്റിൽ നിന്നും പടിക്കെട്ടിൽ ഇറങ്ങുകയായിരുന്നു. ശരിയായി ആ സ്ഥലത്ത് ചന്ത നിൽക്കുകയായിരുന്നു. എല്ലാം എവിടെ തുടങ്ങിയോ അവിടെ. ജെയിംസിനെയും മിയയെയും വലിക്കാൻ തുടങ്ങി. അവർ വാഷ്റൂമിലേക്ക് ചെന്നു. അവിടെ അവരുടെ തല കണ്ണാടിയിൽ ഇടിക്കപ്പെട്ടു. ഇടിച്ച വേഗതയിൽ ആ കണ്ണാടി പൊട്ടിപ്പോയി. പിന്നെ അവരുടെ മുഖത്തു നിന്നും രക്തം വരാൻ തുടങ്ങി. ലൈറ്റൊക്കെ അണഞ്ഞു കത്താൻ തുടങ്ങി. ഉടഞ്ഞ കണ്ണാടിയിൽ കാണപ്പെട്ടു ചിരിച്ചുകൊണ്ട്. തങ്ങളുടെ അവസാന നിമിഷത്തിൽ ജെയിംസും ദിയയും മാറി മാറി നോക്കുകയായിരുന്നു. പിന്നെ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. മറ്റൊരു വശത്ത് പരിപാടി അവസാനിച്ചു. ജെയിംസിന്റെയും മിയയുടെയും ക്ലർക്കിന്റെയും ബോഡി മുകളിൽ നിന്നും വീണു. ഓഡിയൻസ് ഒക്കെ പേടിച്ചുപോയി. താര ഹോസ്പിറ്റലിൽ താപ്പയെ കാണാനായി വന്നു. അദ്ദേഹത്തിന് അടികൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ എലുമ്പുകളൊക്കെ പൊട്ടിപ്പോയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ ഗുണമായിക്കൊണ്ടിരിക്കുകയാണ്. So, you know everything now. അതെ, ഞാൻ നിങ്ങളോട് ഇതാണ് ചോദിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ ഒന്നും ചന്തയുടെ മർഡറിൽ എനിക്ക് ഏതൊരു സംബന്ധവും ഇല്ല. ആ കാര്യത്തിനെ ഞാൻ മറച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തു വീണ്ടും ഈ ഷോവിനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. എൻ്റെ അടുത്ത് പുതിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. വിൽ യു ബി ദ പാർട്ട് ഓഫ് ദാറ്റ്? താര അദ്ദേഹത്തോട് ചിരിച്ചു. ശരിയെന്ന് അവൾ സമ്മതിച്ചു.